ഹായ് ഫ്രണ്ട്സ്, മച്ചന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയാണ്, നല്ല മഴയാണ്. ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ ജിൻഡോയെ കുറിച്ചാണ്. അതിന് മുന്നേ കുറച്ച് മുന്നേ എന്താ പറഞ്ഞാൽ ഒരു 2 മാസം മുന്നേ നമ്മുടെ അഖിൽമാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ബിഗ് ബോസിൽ കയറണമെങ്കിൽ കുറച്ച് ഇതൊക്കെ വേണമെന്ന്. മനസ്സിലായില്ലേ? തെളിച്ച് പറയാം. കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഖിൽമാരെ പറഞ്ഞ് ബിഗ് ബോസിൽ കയറണമെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരുപാട് വിവാദത്തിലേക്ക് എത്തിയായിരുന്നു. അഖിൽമാരെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും ഒരുപാട് ബിഗ് ബോസ് മത്സരാർത്ഥികളും അല്ലാതെ തന്നെ ജനങ്ങളും രംഗത്തിറങ്ങിയായിരുന്നു. അഖിൽമാരുടെ ഭാഗത്ത് ശരിയെന്നാണ് മിക്കവരും പറയുന്നത്. അതിനെ ഒരുപാട് തോന്നിപ്പിക്കുന്ന വിധം ഒരുപാട് വോയിസ് കോളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പം ഞാനത് പറയാൻ പോകുന്നത്, അഖിൽമാരാർ ഈ പറഞ്ഞതിനെ കുറിച്ച് ജിൻഡോയുടെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ജിൻഡോയുടെ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്ട്രിക്റ്റ് ഷോ ആണ്, അതൊരു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഷോ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് അഖിൽമാരാർക്ക് ചിലപ്പോൾ തെറ്റിപ്പറ്റിയതായിരിക്കും എന്നാണ് ജിൻഡോ പറഞ്ഞത്. ചിലപ്പോൾ ജിൻഡോയ്ക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, മാരാർക്ക് അറിയാവുന്നത്രയും ജിൻഡോയ്ക്ക് അറിയത്തില്ലായിരിക്കും, ചിലപ്പം സത്യമായിരിക്കും, നമുക്കത് അറിയാൻ പറ്റത്തില്ല, നമുക്കതേക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ജിൻഡോ പറഞ്ഞത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ജിൻഡോയോട് ചോദിക്കാം. ജിൻഡോയും സീസൺ 6 വിന്നറാണ്, അപ്പോൾ 5 വിന്നറാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇത് കുറേ വിവാദങ്ങളിലേക്ക് മാരാർ പോവും, മാരാർക്കെതിരെ കേസ്, മാരാർ അങ്ങോട്ട് കേസ് കൊടുക്കും, അങ്ങനെ കുറേ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പക്ഷെ ബിഗ് ബോസിലുള്ള അവിടെ തന്നെ ഉള്ളവർ നമ്മൾ അറിയാൻ സാധിച്ചത് അവിടെ തന്നെ അവർക്ക് ഇത് വന്നതാണ്. എന്ന് വെച്ചാൽ അന്വേഷണം ബിഗ് ബോസിലുള്ളവർ തന്നെ ആരംഭിച്ചത്. ഇങ്ങനെയുള്ള സത്യമാണോ, ആരാണ് പറഞ്ഞത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെ ജിൻഡോയ്ക്ക് ചിലപ്പോൾ അറിയാതെ കൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ ജിൻഡോ പറഞ്ഞത് ഇതാണ്, നമുക്ക് ഇപ്പം അവിടെയൊക്കെ പോകണമെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുന്ന പോലെയല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. അത് ഒരിക്കലും പറഞ്ഞ അസംബന്ധമാണ് എന്നാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.